കേരളം വീണ്ടും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. ആകാംക്ഷയ്ക്കും കാത്തിരിപ്പിനും വിരാമമായി. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയാണ്. ഇതോടൊപ്പം മാതൃകാ പെരുമാറ്റച്ചട്ടവും നിലവിൽ വരികയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഡ്രസ് റിഹേഴ്സലായ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ പ്രഖ്യാപിച്ചു. ഡിസംബർ 9-നും ഡിസംബർ 11-നും 2 ഘട്ടമായി രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയായിരിക്കും പോളിംഗ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ 2025 ഡിസംബർ 9 ചൊവ്വാഴ്ചയായിരിക്കും പോളിംഗ്. തെക്കൻ ജില്ലകളിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞ് ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് വടക്കൻ ജില്ലകളിൽ നടത്തുന്നത്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 7 ജില്ലകളിൽ 2025 ഡിസംബർ 11 വ്യാഴാഴ്ചയായിരിക്കും പോളിംഗ്. വോട്ടെണ്ണൽ നടത്തുന്നത് കൗണ്ടിംഗ് 2025 ഡിസംബർ 13 ശനിയാഴ്ചയാണ്. നവംബർ 14 തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം പുറത്തിറങ്ങും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി നവംബർ 21 വെള്ളി. സൂക്ഷ്മ പരിശോധന നവംബർ 22 ശനി. വിഡ്രോവലിനുള്ള അവസാന തീയതി നവംബർ 24 തിങ്കൾ. നവംബർ 4 വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനായി ഒരവസരം കൂടി ജനങ്ങൾക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരുന്നു. വിജ്ഞാപനം ഇറങ്ങുന്ന ദിവസം അന്തിമ വോട്ടർ പട്ടികയും പ്രസിദ്ധീകരിക്കും. പുതിയ വാർഡുകൾക്ക് അനുസൃതമായി വോട്ടർ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്താകെ 2,84,30,761 വോട്ടർമാരുണ്ട്. നടപടികൾ പൂർത്തീകരിച്ച് സപ്ലിമെൻ്ററി ലിസ്റ്റ് നവംബർ 14 പ്രസിദ്ധീകരിക്കും. സംസ്ഥാനത്താകെയുള്ള 1200 തദ്ദേശ സ്ഥാപനങ്ങളിൽ പെരുമാറ്റച്ചട്ടം കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാനും സംവിധാനങ്ങളുണ്ടാകും. മതപരമോ വംശപരമോ സമുദായപരമോ ഭാഷാപരവുമായ സംഘർഷങ്ങൾ ഉണ്ടാകുന്നതും പരസ്പര വിദ്വേഷം ജനിപ്പിക്കുന്നതുമായ പ്രചാരണ പ്രവർത്തനങ്ങളും പാടില്ല. സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളും പാടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ചെലവുകൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷിക്കും. ഇതിനായി സ്ഥാനാർത്ഥികൾ ചെലവഴിക്കാവുന്ന തുക എത്ര എന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിൽ 25,000 രൂപയും ബ്ലോക്ക് പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റിയിലും 75,000 രൂപയും ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനിലും 1.5 ലക്ഷം രൂപയുമാണ്. പരിധിയിൽ കൂടുതൽ ചെലവഴിക്കുകയോ ചെയ്യുന്ന സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ഏകദേശം 10,000-ഓളം പേർ അയോഗ്യരാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ജോലികൾക്കായി നിയോഗിക്കുന്നത് 1,80,000 ഉദ്യോഗസ്ഥരെയാണ്. 70,000 പോലീസുകാരെ സുരക്ഷാ കാര്യങ്ങൾക്കായി നിയോഗിക്കും. സ്റ്റേറ്റ് പോലീസ് മാത്രമാണ്. അതുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ 35,000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരുടെ സേവനം വേണ്ടിവരും. തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതോടെ ഇനി വാശിയും വീറും നിറയുന്ന പ്രചാരണ ദിനങ്ങളാണ്. സ്ഥാനാർത്ഥി നിർണയം എത്രയും വേഗത്തിൽ പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പിന്റെ ഓളത്തിന്റെ ഭാഗമാകാനുള്ള ഒരുക്കങ്ങൾ മുന്നണികൾ തകൃതിയിലാക്കിയിട്ടുണ്ട്. ക്യാമറമാൻ സജികുമാറിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.